ഹലോ എവ്രി വൺ, വെൽക്കം ടു സ്മാർട്ട് ലേണിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും ഒരു കറണ്ട് അഫയറിൻ്റെ ക്ലാസ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. 2024 LDC എക്സാമിന് ചോദിച്ച മുഴുവൻ കറണ്ട് അഫയർ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, 2024 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥ്യം വഹിച്ച രാജ്യമേത്? സൗദി അറേബ്യയാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം, ഓപ്ഷൻ ബി. 2025 വേദിയാവാൻ പോകുന്നത് കൊറിയയാണ്. 2024 തീം എന്തായിരുന്നു? ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം, വരൾച്ച പ്രതിരോധം എന്നതായിരുന്നു 2024 പരിസ്ഥിതി ദിനാഘോഷത്തിൻ്റെ തീം എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം, ഗോതമ്പ്, നെല്ല്, ചോളം, പയർ വർഗ്ഗങ്ങൾ എന്നിവ ഇന്ത്യയിലെ പ്രധാന 4 ഭക്ഷ്യവിളകളാണ്. 2022-23 കണക്കുകൾ പ്രകാരം ഇവയുടെ ഉൽപ്പാദനത്തിൻ്റെ തോതനുസരിച്ചുള്ള ശരിയായ സ്ഥാനക്രമം കണ്ടെത്തുക. അപ്പോൾ നമുക്കറിയാം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യവിള എന്ന് പറയുന്നത് നെല്ലാണ്. 2ാം സ്ഥാനത്തുള്ളത് ഗോതമ്പാണ്. 3ാം സ്ഥാനത്ത് ചോളം, അതിനുശേഷമാണ് പയർവർഗ്ഗങ്ങൾ വരുന്നത്. അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇനി അടുത്ത ചോദ്യം, നീതി ആയോഗിൻ്റെ ചില സംരംഭങ്ങളും അവയുടെ ലക്ഷ്യങ്ങളും താഴെ നൽകിയിരിക്കുന്നു. ഓരോ സംരംഭത്തിൻ്റെയും ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്ന ഓപ്ഷൻ കണ്ടെത്തുക. അപ്പോൾ ഒരു ബോക്സായി കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ടിൽ 4 എണ്ണം ഉണ്ട്, സെക്കൻഡ് പാർട്ടിൽ 4 എണ്ണം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. അടൽ ഇന്നൊവേഷൻ മിഷൻ്റെ ലക്ഷ്യം എന്താണ്? സംരംഭകത്വം, നവീന ആശയ രൂപീകരണം എന്നിവ ത്വരിതപ്പെടുത്തുക എന്നുള്ളതാണ്. ഇനി മെഥനോൾ സമ്പദ്ഘടന എന്ന് പറയുമ്പോൾ എണ്ണ ഇറക്കുമതി ബിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വന്നൊരു പദ്ധതിയാണ്. ഇനി സഹകരണ ഫെഡറലിസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സംസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്ന ഒരു ആശയമാണ്. ഇനി അടുത്തത് ശൂന്യ ക്യാമ്പയിൻ എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വായുമലിനീകരണം കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന പദ്ധതിയാണ്. ഇനി അടുത്ത ചോദ്യം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് 2 പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. നമുക്ക് 2 പ്രസ്താവന തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ, പ്രസ്താവനകൾ 1ഉം 2ഉം ശരിയാണ് എന്നുള്ളതാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രധാന പണനയ ഉപാധിയാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് 6.50% തന്നെയാണ്, വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഇനി അടുത്ത ചോദ്യം, ഇപ്പോഴത്തെ കേന്ദ്ര യുവജനകാര്യ കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നതാര്? അപ്പോൾ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ആൻസർ മൻസുഖ് മാണ്ഡവ്യയാണ്. പക്ഷേ ആ ആൻസർ കിടക്കുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി 1 ശരി എന്നുള്ളതാണ്. ഇനി അടുത്തത്, ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഇവയിൽ ഏതാണ്? അപ്പം നമുക്കറിയാം, ഇന്ത്യയുടെ 15ാമത്തെ പ്രസിഡന്റാണ് ദ്രൗപദി മുർമു. അതുപോലെ 2015 മുതൽ 2021 വരെ ജാർഖണ്ഡ് ഗവർണറായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി 1, 3 ശരി എന്നുള്ളതാണ്. ഇനി അടുത്ത ചോദ്യം, 2023 ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യ അതിഥിയായിരുന്ന അബ്ദുൽ ഫത്താഹ് അൽ സിസി ഏതു രാജ്യത്തെ പ്രസിഡന്റ് ആണ്? അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഡി 1 ശരി, അതായത് അറബ് റിപ്പബ്ലിക് ഓഫ് ഈജിപ്ത് ആണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. ഇനി 2024 റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യ അതിഥി ആരായിരുന്നു? ഫ്രാൻസിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന ഇമ്മാനുവൽ മാക്രോൺ ആയിരുന്നു. ഇനി അടുത്ത ചോദ്യം, സ്നേഹസാന്ത്വനം പദ്ധതി ആർക്കാണ് നൽകി വരുന്നത്? ഇത് കറണ്ട് അഫെയറിൻ്റെ ഭാഗത്തും വരാം, അതുപോലെ പ്രധാനപ്പെട്ട പദ്ധതികളുടെ ഭാഗത്തും വരാം. അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ 1 ശരി എന്നുള്ളതാണ്. അതായത് സംസ്ഥാനത്തെ എൻഡോസൾഫാൻ ഇരകൾക്കുള്ള പ്രതിമാസ ധനസഹായമാണ് സ്നേഹസാന്ത്വനം എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം, കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ യുവജന കാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ എ 2 ശരി, അതായത് ശ്രീ എം ഷാജർ ആണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. വാത്സല്യ നിധി പദ്ധതിയെ സംബന്ധിക്കുന്ന ഏറ്റവും യോജിക്കുന്ന പ്രസ്താവന ഏതാണ്? അപ്പോൾ ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ഡി 1, 3 ശരി എന്നുള്ളതാണ്. അതായത് പട്ടികജാതി വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട പെൺകുട്ടികളുടെ സമഗ്ര വികസനത്തിനായി 1 ലക്ഷം വരെ വരുമാന പരിധിയുള്ള മാതാപിതാക്കളുടെ പെൺകുട്ടികൾക്ക് നൽകുന്ന ഇൻഷുറൻസ് അധിഷ്ഠിത സമഗ്ര പദ്ധതി. ഇനി അടുത്ത കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് പട്ടികജാതി വകുപ്പും ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ചേർന്ന് സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഈ വാത്സല്യനിധി പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി 1, 3 ശരി. ഇനി അടുത്ത ചോദ്യം, വിദ്യാജ്യോതി പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏറ്റവും അനുയോജ്യമായത് ഏതാണ്? ഓപ്ഷൻ ബി 1, 2 ശരി എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അതായത് കേരള സാമൂഹ്യനീതി വകുപ്പ് സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണിത്. അതുപോലെ ഭിന്നശേഷിയുള്ള വിഭാഗത്തിലെ കുട്ടികളെ വിദ്യാഭ്യാസപരമായി
ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പദ്ധതി കൂടിയാണ് ഈ വിദ്യാജ്യോതി എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം, ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? അപ്പോൾ ഈ എക്സാം നടന്ന സമയത്തുള്ള ചീഫ് ജസ്റ്റിസ് അല്ല ഇപ്പോൾ ഉള്ളത്, മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ ആശിഷ് ജിതേന്ദ്ര ദേശായി എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഉള്ള കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് ആരാണ്? നിതിൻ മധുകർ ജാംദാറാണ്. ഇനി അടുത്ത ചോദ്യം, പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏത്? ഓപ്ഷൻ ബി മിഠായി. ഇനി ഇത് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് തന്നെ വന്നൊരു ക്വസ്റ്റ്യനാണ്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ 2 ചോദ്യം ഉണ്ടായിരുന്നു. 2024 ലോക പരിസ്ഥിതി ദിന ആഗോള ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത്? ഓപ്ഷൻ ഡി സൗദി അറേബ്യ. ഇനി അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ട തീയതി ഏതാണ്? ഓപ്ഷൻ ബി ഓഗസ്റ്റ് 23. അപ്പോൾ നമ്മൾ മുൻപത്തെ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽ ആയിട്ട്. ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്ത ദിവസമാണ് ഓഗസ്റ്റ് 23 എന്ന് പറയുന്നത്. ആ ദിവസമാണ് നമ്മൾ ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആഘോഷിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം, സൂര്യനെയും ബാഹ്യ വലയങ്ങളെയും കുറിച്ച് പഠിക്കാൻ ISRO തയ്യാറാക്കുന്ന ദൗത്യത്തിൻ്റെ പേര് എന്ത്? ഓപ്ഷൻ സി ആദിത്യ L1 ആണ്. ഇനി അടുത്ത ചോദ്യം, ഇന്ത്യയിൽ സീറോ കാർബൺ ആയ നഗരം ഏത്? ഓപ്ഷൻ സി സാഞ്ചി. ഇനി അടുത്ത ചോദ്യം, 2023 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം താഴെ പറയുന്നവയിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? നല്ല ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ സി ക്വാണ്ടം ഡോട്ട്സ് ആണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈൻ എന്ന വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് 2024 നൊബേൽ സമ്മാനം ലഭിച്ചിരിക്കുന്നത് കെമിസ്ട്രിക്ക്. ഇനി അടുത്ത ചോദ്യം, 2024 നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ മുൻ ലോക ചാമ്പ്യൻ മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ താരം ആര്? ഓപ്ഷൻ ഡി ആർ പ്രജ്ഞാനന്ദ. അടുത്ത ചോദ്യം, മൺസൂൺ ക്രോക്സ് ബയോബ്ലിറ്റ്സ് 2024 പദ്ധതി നടപ്പിലാക്കുന്നതാര്? ഓപ്ഷൻ ഡി കേരള വന ഗവേഷണ കേന്ദ്രമാണ് മൺസൂൺ ക്രോക്സ് ബയോബ്ലിറ്റ്സ് 2024 എന്നുള്ള പദ്ധതി നടപ്പിലാക്കുന്നത്. ഇനി അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ആര്? ഇതിൽ കൊടുത്ത ഓപ്ഷനിൽ ആൾ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റിസ് അരുൺകുമാർ മിശ്രയല്ല, ഇപ്പോൾ ഉള്ളത് ആക്ടിംഗ് ചെയർപേഴ്സണായിട്ടുള്ള വിജയഭാരതി സയാനിയാണ്. ഇനി അടുത്ത ചോദ്യം, ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ ആര്? വനിതാ കമ്മീഷൻ്റെ ചെയർമാൻ മാറിയിട്ടുണ്ട്, രേഖാ ശർമ്മ അല്ല ഇപ്പോൾ ഉള്ള ചെയർമാൻ എന്ന് പറയുന്നത് വിജയ കിഷോർ രാഹത്കർ എന്നൊരു വനിതയാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ആര്? ഓപ്ഷൻ ഡി അഡ്വക്കേറ്റ് കെ രാജൻ. ഇനി അടുത്ത ചോദ്യം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ? നിലവിലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ എന്ന് പറയുന്നത് ശക്തികാന്ത ദാസ് അല്ല, ആൾ മാറിയിട്ടുണ്ട്. 25ാമത്തെ ഗവർണറായിരുന്നു ശക്തികാന്ത ദാസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ചുമതലയേറ്റ സഞ്ജയ് മൽഹോത്ര എന്ന് പറയുന്ന വ്യക്തിയാണ് 26ാമത്തെ ഗവർണറായിട്ട് ഉള്ളതിപ്പോൾ. ഇനി അടുത്ത ചോദ്യം, 2022-23 കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആര്? അപ്പം നമുക്കറിയാം ഫിനാൻസ് മിനിസ്റ്ററാണ് കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കുക. അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ നിർമ്മല സീതാരാമൻ. ഇനി അടുത്ത ചോദ്യം, സർവേ ഓഫ് ഇന്ത്യയുടെ വിസ്മയാവഹമായ ഭൂപട നിർമ്മാണ ചരിത്രം വിവരിക്കുന്ന ഭൗമചാപം ഇന്ത്യൻ ഭൂപട നിർമ്മാണത്തിൻ്റെ വിസ്മയ ചരിത്രം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആര്? ഓപ്ഷൻ ബി CS മീനാക്ഷി എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി അടുത്ത ചോദ്യം, കോവിഡിനെതിരായി mRNA വാക്സിൻ വികസിപ്പിച്ചതിന് 2023 വൈദ്യശാസ്ത്ര നൊബേൽ നേടിയ വ്യക്തി ആര്? ഓപ്ഷൻ ബി കാറ്റലിൻ കാരിക്കോ. ഇനി അടുത്ത ചോദ്യം, ചീറ്റ പദ്ധതിയുടെ ഭാഗമായി ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലെത്തിച്ച ചീറ്റകൾ ഏത് ദേശീയോദ്യാനത്തിലാണ് പുനരധിവസിപ്പിച്ചത്? ഓപ്ഷൻ സി കുനോ ദേശീയോദ്യാനം. അടുത്ത ചോദ്യം, നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി കേരള സർക്കാരിൻ്റെ ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഓപ്ഷൻ എ ശലഭം. അടുത്ത ചോദ്യം, ആദിത്യ L1 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വിക്ഷേപണ വാഹനം ഏത്? ഓപ്ഷൻ ഡി PSLV-C57. ഇനി അടുത്ത ചോദ്യം, ചന്ദ്രയാൻ 3 ദൗത്യത്തിലെ ലൂണാർ റോവറിൻ്റെ പേര് എന്ത്? ഓപ്ഷൻ ബി പ്രഗ്യാൻ. അപ്പോൾ നമുക്കറിയാം റോവറിൻ്റെ പേര് പ്രഗ്യാനും ലാൻഡറിൻ്റെ പേര് വിക്രമുമായിരുന്നു. ഇനി അടുത്ത ചോദ്യം, ഇവരിൽ ആർക്കാണ് 2023 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്? അപ്പോൾ കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ്, മൗങ്കി ജി ബവൻഡി, ലൂയിസ് ബ്രസ്, അലക്സി യെക്കിമോവ്. ഇനി അടുത്തത് ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ഒരു ഭാഗത്ത് കേരള പുരസ്കാരങ്ങളുണ്ട്, പിന്നെ അതുപോലെ പത്മശ്രീ കൂടെ ഉണ്ട്, അപ്പുറത്ത് അത് നേടിയ വ്യക്തികളൊക്കെ കൂടി ഷഫിൾ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിന് കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ്.
കേരളശ്രീ ലഭിച്ചത് വൈക്കം വിജയലക്ഷ്മിക്കാണ്. അതുപോലെ കേരളപ്രഭ ലഭിച്ചത് ഓംചേരി NN പിള്ളയ്ക്കാണ്. കേരള ജ്യോതി പുരസ്കാരം നേടിയത് ആരാണ്? MT വാസുദേവൻ നായർ. അതുപോലെ പത്മശ്രീ നേടിയത് ചെറുവയൽ രാമൻ എന്നിവരാണ്. ഇനി അടുത്ത ചോദ്യം, ഗൂഗിളിൻ്റെ പുതിയ AI സംവിധാനം? ഓപ്ഷൻ ബി ജെമിനി. ഇനി അടുത്തത് റിപ്പീറ്റഡായിട്ട് വന്ന ചോദ്യം തന്നെയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ അരുൺകുമാർ മിശ്രയല്ല, മാറിയിട്ടുണ്ട്. ആക്ടിംഗ് ചെയർപേഴ്സണാണ് ഇപ്പോൾ ഉള്ളത് വിജയഭാരതി സയാനി. നമ്മൾ തൊട്ട് മുൻപത്തെ സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത ചോദ്യം, സർക്കാർ സംരംഭത്തിന് കീഴിൽ സ്വത്തുക്കളുടെ ജിയോ ടാഗിംഗ് പൂർത്തിയാക്കിയ ആദ്യത്തെ സംസ്ഥാനം എന്ന പദവി അടുത്തിടെ നേടിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ കർണാടകയാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, നീതി ആയോഗ് സ്ഥാപിതമായ വർഷം ഏത്? എല്ലാവർക്കും അറിയാം, ഓപ്ഷൻ ബി 2015. ഇനി അടുത്ത ചോദ്യം, ഡിജിറ്റൽ സാക്ഷരതയും ഡിജിറ്റൽ അടിസ്ഥാന വികസനവും വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യ ഗവൺമെൻറ് തുടങ്ങിയ പുതിയ പദ്ധതിയുടെ പേര് എന്താണ്? ഓപ്ഷൻ ബി ഡിജിറ്റൽ ഇന്ത്യ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായ ആൻ്റോണിയോ ഗുട്ടറസ് ഏത് രാജ്യക്കാരനാണ്? ഓപ്ഷൻ ഡി പോർച്ചുഗൽ. ഇനി വീണ്ടും നീതി ആയോഗുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ ആര് എന്നുള്ളതാണ്. ഓപ്ഷൻ ബി സുമൻ ബെറിയാണ് കറക്റ്റായുള്ള ഉത്തരം. ഇപ്പോഴത്തെ CEO ആരാണ്? നീതി ആയോഗിൻ്റെ BVR സുബ്രഹ്മണ്യം. ഇനി അടുത്ത ചോദ്യം, കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഘടനയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി 1 മാത്രം എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. അതായത് മുഖ്യമന്ത്രിയാണ് അധ്യക്ഷൻ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. രണ്ടാമത്തെ ഓപ്ഷനിൽ മിസ്റ്റേക്ക് എന്താണ്? നിലവിലെ അംഗസംഖ്യ 9 അല്ല 8 ആണ്. അതുപോലെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് റവന്യൂ മിനിസ്റ്ററാണ്, അല്ലാതെ അഡീഷണൽ ചീഫ് സെക്രട്ടറി അല്ല. ഇനി അടുത്ത ചോദ്യം, ആസാദി കാ അമൃത് മഹോത്സവവുമായി ബന്ധപ്പെട്ട് വനിതകൾക്കായി കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച സമ്പാദ്യ പദ്ധതി ഏത്? ഓപ്ഷൻ ബി മഹിളാ സമ്മാൻ സേവിങ്സ് സർട്ടിഫിക്കറ്റ്. ഇനി അടുത്ത ചോദ്യം, 2024 കേരള ബഡ്ജറ്റിൽ പരാമർശിച്ചിട്ടുള്ള ഉന്നതി മിഷൻ ആരുടെ ഉന്നമനം ലക്ഷ്യമാക്കിയിട്ടുള്ളതാണ്? ഓപ്ഷൻ എ പട്ടികവർഗ വിഭാഗങ്ങളുടെ. അടുത്തത് വീണ്ടും ഒരു ചന്ദ്രയാനെക്കുറിച്ചുള്ള ചോദ്യം തന്നെയാണ്. ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ റോവർ അറിയപ്പെടുന്നത് പ്രഗ്യാൻ. അടുത്ത ചോദ്യം, ദ്രവ്യത്തിൻ്റെ ഏത് അവസ്ഥയാണ് 2023 കണ്ടെത്തിയത്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. ചിറാൽ ബോസ് ലിക്വിഡ് സ്റ്റേറ്റ് എന്നുള്ളതാണ്. ഇനി അടുത്ത ചോദ്യം, കേരള സർക്കാർ അവതരിപ്പിക്കുന്ന ജീവാനന്ദം പദ്ധതി സംബന്ധിച്ച ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്തെഴുതുക. അപ്പോൾ അതിൻ്റെ കറക്റ്റായുള്ള ഉത്തരം ഓപ്ഷൻ എ ആണ്. സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും നിശ്ചിത തുക ഈടാക്കാനും വിരമിച്ച ശേഷം മാസം തോറും തുക തിരികെ നൽകാനും ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് ജീവാനന്ദം പദ്ധതി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ആരോഗ്യ കിരണം പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ പ്രായപരിധി എത്രയാണ്? ഓപ്ഷൻ ബി 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളാണ് ആരോഗ്യ കിരണം പദ്ധതിയുടെ ഗുണഭോക്താക്കളായിട്ട് വരുന്നത്. സൈബർ ആക്രമണങ്ങൾ തടയുന്നതിനായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം രൂപകൽപ്പന ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏത്? ഓപ്ഷൻ ബി മായ OS ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, UN-ൽ ഇപ്പോൾ എത്ര അംഗങ്ങളാണുള്ളത്? ഓപ്ഷൻ ഡി 193 എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഏറ്റവും അവസാനം UN-ൽ അംഗമായ രാജ്യം എന്ന് പറയുന്നത് സൗത്ത് സുഡാനാണ്. ഇനി അടുത്തത്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഇനി പറയുന്ന ശ്രേണികളിൽ ശരിയായത് ഏത്? ഓപ്ഷൻ സി മധ്യപ്രദേശ്, പഞ്ചാബ്, ബീഹാർ എന്നതാണ് കറക്റ്റായിട്ടുള്ള ഓർഡർ. ഇനി അടുത്തത്, ഏത് ഇന്ത്യൻ പൊതുമേഖലാ ബാങ്കാണ് അടുത്തിടെ മറ്റൊന്നുമായി ലയിപ്പിച്ച് ആസ്തിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ 2ാമത്തെ വലിയ ബാങ്കായി മാറിയത്? ഓപ്ഷൻ ഡി ബാങ്ക് ഓഫ് ബറോഡ. ഏറ്റവും 1ാം സ്ഥാനത്തുള്ള ബാങ്ക് ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഇനി അടുത്തത്, ഇന്ത്യൻ സർക്കാരിൻ്റെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭം ലക്ഷ്യമിടുന്നത് എന്ത്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഇന്ത്യൻ നിർമ്മാണ മേഖലയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക. ഇനി അടുത്ത ചോദ്യം, ശ്രീ വി മുരളീധരൻ MP കേന്ദ്ര ഗവൺമെൻറ്റിൽ ഏത് വിഭാഗത്തിൽപ്പെടുന്ന മന്ത്രിസ്ഥാനം ആണ് കൈകാര്യം ചെയ്തിരുന്നത്? ഓപ്ഷൻ ബി സഹമന്ത്രി. ഇപ്പോഴത്തെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അധ്യക്ഷൻ ആരാണ്? ഓപ്ഷൻ ഡി ശ്രീ പിണറായി വിജയൻ. നമുക്കറിയാം എപ്പോഴും മുഖ്യമന്ത്രി തന്നെയായിരിക്കും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത്, തെളിനീരൊഴുകും നവകേരളം പദ്ധതി ലക്ഷ്യമിടുന്നത് എന്ത് എന്നുള്ളതാണ്.
ഓപ്ഷൻ ബി സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളെയും മാലിന്യമുക്തമാക്കാൻ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, മാതാപിതാക്കൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഒരാൾ മരിക്കുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാതെ വന്നാൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതി ഏത്? ഓപ്ഷൻ സി സ്നേഹപൂർവം. അടുത്ത ചോദ്യം, പുൽമേടുകളും വന്യജീവികളെയും സംരക്ഷിക്കുന്നതിനായി മഹാരാഷ്ട്രയിൽ വരുന്ന കൺസർവേഷൻ റിസർവ് ആണ്? ഓപ്ഷൻ ബി അറ്റ്പാടി. ഇനി അടുത്ത ചോദ്യം, പരമ്പരാഗത വൈദ്യശാസ്ത്ര ഗവേഷണത്തിനുള്ള സഹകരണ കേന്ദ്രമായി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ 2024 ജൂൺ 3 ആയുഷ് മന്ത്രാലയത്തിൻ്റെ സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദ സയൻസിന് കീഴിലുള്ള ഏത് യൂണിറ്റിനെയാണ് നിയോഗിച്ചത്? ഓപ്ഷൻ സി NIIMH ഹൈദരാബാദ്. ഇനി അടുത്ത ചോദ്യം, ട്രെയിൻ 18 എന്നറിയപ്പെടുന്ന എക്സ്പ്രസ് ട്രെയിൻ ഏതാണ്? ഓപ്ഷൻ ബി വന്ദേ ഭാരത് എക്സ്പ്രസ്. ചന്ദ്രയാൻ 3 ലാൻഡറിൻ്റെ പേര് എന്ത്? റിപ്പീറ്റഡായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം തന്നെയാണ്. ഓപ്ഷൻ എ വിക്രം. അടുത്തത്, ആധുനിക ആവർത്തന പട്ടികയിലെ അറ്റോമിക നമ്പർ ഏറ്റവും കൂടിയ മൂലകത്തിൻ്റെ പേര് എന്ത്? ഓപ്ഷൻ എ ഒഗാനസൺ എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഒഗാനസണിൻ്റെ അറ്റോമിക് നമ്പർ 118 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നെയിം കൊടുത്ത കുറേ മൂലകങ്ങളുണ്ട്. അത് ഏറ്റവും ലാസ്റ്റ് വരുന്നതാണ് ഒഗാനസൺ എന്ന് പറയുന്നത്. ഇനി അടുത്തത്, ടോക്കിയോ ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ ത്രോ മത്സരത്തിൽ സുവർണ്ണ നേട്ടം കൈവരിക്കുവാൻ താണ്ടിയ ദൂരം എത്ര എന്നുള്ളതാണ്? ഓപ്ഷൻ ബി 87.58 മീറ്റർ എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. നമ്മൾ LGSൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പാരീസ് ഒളിമ്പിക്സിൻ്റെ ചോദ്യം ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നു. ഇനി ടോക്കിയോ ഒളിമ്പിക്സിലാണ് നീരജ് ചോപ്ര ജാവലിൻ ത്രോയിൽ ഗോൾഡ് മെഡൽ നേടിയത്. ഇനി അടുത്ത ചോദ്യം, ഗബ്രിയേൽ ഗാർസിയ മാർക്വസിൻ്റെ മരണാനന്തരം പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിൻ്റെ നോവൽ ഏത് എന്നുള്ളതാണ്? ഓപ്ഷൻ ബി അൺടിൽ ഓഗസ്റ്റ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര ഫീച്ചർ സിനിമ വിഭാഗത്തിൽ 2024 ഓസ്കാർ പുരസ്കാരം ലഭിച്ച സിനിമയാണ് ദി സോൺ ഓഫ് ഇൻട്രസ്റ്റ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ കാലാവസ്ഥ നിരീക്ഷണ ഉപഗ്രഹം അടുത്തിടെ വിക്ഷേപിച്ചു. ഏതാണ് ഉപഗ്രഹം? ഓപ്ഷൻ ഇൻസാറ്റ് 3DS എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഒളിമ്പിക്സ് വനിതാ ഷൂട്ടിംഗ് മത്സരങ്ങളിൽ ഇന്ത്യക്ക് ആദ്യമായി മെഡൽ നേടിത്തന്ന താരം ആര്? ഓപ്ഷൻ ഡി മനു ബക്കർ. അടുത്ത ചോദ്യം ഡിലീറ്റ് ആയിപ്പോയൊരു ചോദ്യമാണ്. ഓപ്ഷൻസിൽ അതിൽ ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. ഇനി അടുത്തത്, പാലിൻ്റെയും പയർവർഗ്ഗങ്ങളുടെയും ഉൽപ്പാദന കാര്യത്തിൽ നിലവിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണ്? ഓപ്ഷൻ എ 3-ാം സ്ഥാനം. 16-ാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാനായി നിയമിക്കപ്പെട്ടത് ആര്? ഓപ്ഷൻ സി അരവിന്ദ് പനഗരിയ. താഴെ തന്നിരിക്കുന്നതിൽ ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിസഭയിലെ അറ്റോമിക് എനർജി വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണെന്നുള്ളതാണ് അടുത്ത ചോദ്യം. അപ്പം നമുക്കറിയാം നരേന്ദ്രമോദി തന്നെയാണ് അറ്റോമിക് എനർജി വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. ഓപ്ഷൻ എ നരേന്ദ്രമോദിയാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്തത്, ഇപ്പോഴത്തെ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ സി ശ്രീ കിഷോർ മക്വാന എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. വിവാഹബന്ധം വേർപെടുത്തിയ മുസ്ലിം വനിതകൾക്ക് ജീവനാംശം നൽകുന്നതുമായി ബന്ധപ്പെട്ട കേസ് താഴെ പറയുന്നവയിൽ ഏതാകുന്നു? ഓപ്ഷൻ സി ഷാബാനു കേസ്. ഇനി അടുത്തത്, സമൂഹത്തിൽ വിവിധ തരം പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് സ്വന്തം താമസ സ്ഥലത്ത് നിന്ന് തന്നെ ഓൺലൈനായി കൗൺസിലിംഗ്, നിയമസഹായം എന്നിവ നൽകുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതി താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ കാതോർത്ത് പദ്ധതി. ഇനി അടുത്തത്, കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ താഴെ പറയുന്നവരിൽ ആരാണ്? ഓപ്ഷൻ സി പി സതി ദേവിയാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. ക്യാൻസറിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഹോം ഗ്രൗണ്ട് ജീൻ തെറാപ്പി ആരംഭിച്ചത് ഏത് സ്ഥലത്താണ്? IIT ബോംബെ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ്. ഇനി അടുത്ത ചോദ്യം, ഇൻ്റർനാഷണൽ ഡാർക്ക് സ്കൈ എന്ന സംഘടന പ്രകാശ മലിനീകരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് പ്രസിദ്ധമാണ്. ഈ സംഘടന ഇൻ്റർനാഷണൽ ഡാർക്ക് സ്കൈ വീക്ക് ആയിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഓപ്ഷൻ എ ഏപ്രിൽ മാസത്തിലെ കറുത്ത വാവാണ് ഡാർക്ക് സ്കൈ വീക്കായിട്ട് ആചരിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം, 2023 ഭൗതികശാസ്ത്ര നൊബേൽ സമ്മാന ജേതാക്കൾ ആരൊക്കെയാണെന്നുള്ളതാണ്? ഓപ്ഷൻ സി പിയറി അഗോസ്റ്റിനി, ഫെറൻസ് ക്രൗസ്, ആൻ എൽ ഹുലിയർ എന്നതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. നിലവിൽ 2024 നൊബേൽ സമ്മാനങ്ങളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ 2024 നൊബേൽ സമ്മാനം നേടിയത് ആരൊക്കെയാണ്? ജെഫ്രി ഹിൻഡണും ജോൺ ഹോപ്ഫീൽഡുമാണ് ഫിസിക്സിൽ 2024 നൊബേൽ പ്രൈസ് നേടിയിരിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം, രാജസ്ഥാനിലെ ജാഗ്വാർ ജില്ലയിൽ അടുത്തിടെ കണ്ടുപിടിച്ച മൂലകം ഏത്? ഓപ്ഷൻ ബി ലിഥിയം ആണ് കറക്റ്റായിട്ടുള്ള ഉത്തരം.
ഇനി അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ആനപ്പാപ്പാൻ ആര്? ഓപ്ഷൻ ഡി പാർവതി ബറുവ. പാർവതി ബറുവ ഏത് സംസ്ഥാനത്തു നിന്നുള്ള ആളാണ്? ആസാമിൽ നിന്നുള്ള ആളാണ്. ഇനി അടുത്ത ചോദ്യം, 2024 നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനെ തുടർന്ന് മന്ത്രിസ്ഥാനം രാജിവെച്ച കേരളത്തിലെ ഏക മന്ത്രി ആര്? ഓപ്ഷൻ ബി കെ രാധാകൃഷ്ണനാണ്. ഇനി അടുത്ത എക്സാമിന് ചിലപ്പോൾ ഏതാ മണ്ഡലം ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കെ രാധാകൃഷ്ണൻ ആലത്തൂർ മണ്ഡലമായിരുന്നു. ഇനി അടുത്ത ചോദ്യം, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള ക്ലൗഡ് സർവീസ് ഏതാണ്? NIC ആണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആര്? ഈ ആൻസർ മാറിയിട്ടുണ്ട്. മണികുമാർ അല്ല, ഇപ്പോൾ ഉള്ള അധ്യക്ഷൻ എന്ന് പറയുന്നത് അലക്സാണ്ടർ തോമസ് ആണ്. ഇനി അടുത്ത ചോദ്യം, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ അധ്യക്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ശ്രീ ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. ഇനി അടുത്ത ചോദ്യം, 77ാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിനെ അടിസ്ഥാനമാക്കി താഴെ തന്നിരിക്കുന്നവയുടെ കൂട്ടത്തിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുത്ത് എഴുതുക. ഇതിന് കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി എല്ലാം ശരി എന്നുള്ളതാണ്. ഇനി അടുത്ത ചോദ്യം, ചേരുംപടി ചേർക്കാനാണ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ്. പ്രധാനമന്ത്രി ജൻധൻ യോജന എന്ന് പറയുന്നത് സാർവത്രിക ബാങ്കിങ് സേവനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതുപോലെ പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന എന്ന് പറയുന്നത് ഹ്രസ്വകാല തൊഴിൽ പരിശീലനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇനി അടുത്തത്, രാഷ്ട്രീയ ഗ്രാമ സ്വരാജ് അഭിയാൻ എന്ന് പറയുന്നത് പഞ്ചായത്തി രാജ് സംവിധാനത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. അതുപോലെ ഗ്രാമ സഡക് യോജന എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം ഗ്രാമീണ റോഡ് വികസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇനി അടുത്ത ചോദ്യം, ഇന്ത്യ ഗവൺമെൻറ് അടുത്ത കാലത്തായി ചെറുധാന്യങ്ങൾ രാജ്യവ്യാപകമായി കൃഷി ചെയ്യുന്നതിന് വലിയ പ്രോത്സാഹനം നൽകുന്നുണ്ട്. കൂടാതെ മില്ലറ്റ്സ് പോഷക സമ്പത്തിലും മുൻപന്തിയിൽ നിൽക്കുന്നു. ഇന്ത്യയിലെ മില്ലറ്റ് ഉൽപ്പാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഏത് സംസ്ഥാനമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ഡി രാജസ്ഥാനാണ്. PM സൂര്യഘർ മുഫ്തി ബിജ്ലി യോജന പദ്ധതിയുമായി അനുയോജ്യമല്ലാത്ത പ്രസ്താവന ഏത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഈ പദ്ധതി പ്രകാരം മുഴുവൻ ചെലവും നൽകുന്നില്ല, സബ്സിഡി മാത്രമേ നൽകുന്നുള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഇപ്പോഴത്തെ പെട്രോളിയം പ്രകൃതിവാതക വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ക്യാബിനറ്റ് മന്ത്രി ആരാണ്? ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ഹർദീപ് സിംഗ് പുരിയാണ്. ഇനി അടുത്ത ചോദ്യം, 2024 നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി BJP ആയിരുന്നു. ലോക്സഭയിലേക്ക് നടന്ന ഈ തിരഞ്ഞെടുപ്പ് എത്രാമത്തെ തിരഞ്ഞെടുപ്പായിരുന്നു? അപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി 18ാമത്തെ തിരഞ്ഞെടുപ്പായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ ചോദ്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.